Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായൊരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള പഫി ആയിട്ടുള്ള ഗാദറിങ് വരുന്ന ഒരു സ്ലീവും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീനക്കുമാണ് നമ്മൾ ഈ ടോപ്പിനായിട്ട് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒത്തിരി പേര് സ്റ്റിച്ചിങ് അറിയുന്നവർ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൽ താല്പര്യമുണ്ടായിട്ട് പഠിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയെന്നൊക്കെ കേട്ടു. അപ്പോൾ അത് ഒത്തിരി ഹാപ്പിനെസ്സുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഒരു ചെറിയ വീഡിയോ കുറച്ച് പേരില്ലെങ്കിൽ മാറ്റി വരുത്തിയെങ്കിൽ അതിലൊത്തിരി ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഡേ ടു ഡേ ലൈഫിൽ എന്തായാലും നീഡ്സ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പോൾ അതാ നമ്മളുടെ മാർക്കിങ്സൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ആം ഹോളും സ്ലീവും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പൊക്കെ ആകുമ്പോൾ അധികം ടൈം വേണ്ട, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ബിഗിനേഴ്സ് ആണെങ്കിൽ ഏറ്റവും ഷോർട്ട് ആൻഡ് സ്വീറ്റായിട്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ളതായി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് നല്ല എലോബറേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെയാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട്. നല്ല ഭംഗിയിൽ ഇവിടെ മാർക്കിങ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ആംപോൾ ഫ്രണ്ടിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിലേക്ക് ഹുക്ക് വെക്കാനായിട്ടുള്ള ചെറിയൊരു ഓപ്പണിങ് കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവ്സാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ്സ് നല്ല പഫി ആയിട്ട് ഗാദേർഡ് ആയിട്ടുള്ള സ്ലീവ്സ് വരാനായിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഒരു എൽബോ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ലെങ്ത്ത് നമുക്ക് എത്രമാത്രം ഫ്രിൽസ് വേണോ ഗാദറിങ്സ് വേണോ അതിനനുസരിച്ച് നമ്മുടെ സ്ലീവിൻ്റെ അവിടെ നിന്നുള്ള മുകളിലേക്കുള്ള ലെങ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ പഫി ആയിട്ടുള്ള സ്ലീവ് വരുന്നത്. എന്നിട്ട് ആ ആംഹോളിൻ്റെ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ ഗാദറിങ് ആയിട്ടുള്ള പഫി ആയിട്ടുള്ള സ്ലീവ് നിങ്ങൾക്കും തയ്ച്ചെടുക്കാൻ പറ്റും. നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുക. നമ്മുടെ പഫി ആയിട്ടുള്ള സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡ്സും കൂടി ജോയിൻ ചെയ്തിട്ട് അടിയിലത്തെ ഭാഗം കൂടി ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളതായൊരു ടോപ്പ് കിട്ടും. അപ്പോൾ ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ ഒത്തിരി ടോപ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓരോ മോഡലിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു കുറച്ച് ടൈം കൊണ്ട് നല്ല ഭംഗിയുള്ളതായൊരു ടോപ്പുകൾ നമുക്ക് നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ഭംഗിയിൽ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഫി ആയിട്ടുള്ള ഗാദറിങ് ആയിട്ടുള്ള സ്ലീവും അതുപോലെ തന്നെ സിമ്പിളായിട്ട് വീനക്കും കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഫൈനലി ഔട്ട്പുട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.